വിദ്യാ ശ്രീധർ ഒരു സീരിയൽ നടി ഗുരുവായൂരമ്പലത്തിൽ ഒരു ഡാൻസ് അവതരിപ്പിച്ചതിനെ കുറിച്ച് ഒരുപാട് ട്രോളുകൾ ഞാൻ കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട് മിയ എന്ന് പറഞ്ഞ നമ്മുടെ സിനിമാ നടി മഞ്ജുവാരുമായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ ഒരുപാട് ട്രോളുകൾ നമ്മൾ കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഒരു ഗുരുവായൂർ ദർശനത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് എനിക്ക് ബാക്കിയുള്ള ദർശനം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഞാൻ ഏതെങ്കിലും 2 ഓഡിറ്റോറിയങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ പ്രോഗ്രാംസ് കാണുന്നൊരു പതിവ് എനിക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതിനകത്ത് ഞാൻ രാത്രി കണ്ട ഒരു പ്രോഗ്രാമാണ്. നല്ല പ്രായം, എനിക്ക് ആ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നി. പക്ഷെ അവർ ഇറങ്ങി നടന്നു പോകുന്ന കണ്ടപ്പോഴാണ് എനിക്കൊരു 65-നും 75-നും 80-നും ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള അമ്മമാരാണ് ആ പ്രോഗ്രാം അവതരിച്ചത്. ശരിക്കും നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും, എന്തുമാത്രം ശ്രമിച്ചിട്ടായിരിക്കും അവിടെ അവർ എത്താൻ സാധിച്ചതെന്നുള്ള അതിൻ്റെ പുറകിലത്തെ കഠിന പ്രയത്നത്തെക്കുറിച്ച് ആരും ചിന്തിക്കാതിരിക്കരുത്. ചിന്തിക്കുക തന്നെ വേണം. കാരണം അതുപോലെ ആഗ്രഹിച്ച് ഗുരുവായൂരമ്പലത്തിൽ പ്രോഗ്രാം അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ഞാൻ ചെയ്യുന്ന ഒന്നും ഇപ്പം ആര് ചെയ്യുന്നതും പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരെയും വിമർശിക്കാൻ മാറ്റിവെക്കുന്ന സമയം നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം. പിന്നെ പണ്ടത്തെ കാലമൊന്നുമല്ല ഇപ്പോൾ ഓരോരുത്തരും അവരോട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. പണ്ടൊക്കെ സ്ത്രീകൾ അവരോട് ആഗ്രഹങ്ങൾ മാറ്റിവെച്ചതിന് ശേഷമാണ് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നത്. പക്ഷേ ഇപ്പം സ്ത്രീകൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും കൂടെ സമയം കണ്ടെത്തും എന്നുള്ളൊരു വലിയ കാര്യമാണ് എനിക്കവിടെ തോന്നിയത്. ഇപ്പം സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് വിദ്യാ ശ്രീധർ എന്ന് പറയുന്ന സ്ത്രീ ഇത്രമാത്രം ട്രോളുകൾക്കും അല്ലെങ്കിൽ ആക്ഷേപങ്ങൾക്കും ഇടയാകേണ്ടി വന്നത്. ഞാൻ ഈ പറഞ്ഞ അമ്മമാരെ ആരും അറിയാത്ത ഏതോ നാട്ടിൽ നിന്ന് പറഞ്ഞ ഏതോ കുറേ അമ്മമാരാണ്. അവരുടെ ആ നാട്ടിലെ ചുറ്റുവട്ടത്ത് മാത്രമേ അവരെ അറിയാൻ പാടുള്ളൂ. ഒരുപക്ഷെ ആ നാട്ടിൽ അവർക്ക് അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലുള്ള ആരോപണങ്ങൾ കേൾക്കാനുള്ള പേടി കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരെ ഈ ഗുരുവായൂരമ്പലത്തിൽ വന്ന് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. കാരണം എൻ്റെ കൂടെ പഠിക്കുന്നവരും പലരും പറഞ്ഞാൽ ഇവിടെ ഞാൻ അവതരിപ്പിക്കില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും വന്ന് അരങ്ങേറിക്കോളാം, കുഴപ്പമില്ല എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു ജീവിതം കൂടിയാണ് നമുക്കിത്. അപ്പോൾ മറ്റുള്ളവരെ വിമർശിക്കാനൊക്കെ എടുക്കുന്ന സമയം കുറച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി കൂടെ സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരാരും നിങ്ങളെ വീട്ടിൽ വന്ന് നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള അവസരം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഓരോരുത്തരുടെയും ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല അല്ലേ? അപ്പോൾ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സഞ്ചരിക്കുക, ചിന്തിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. വിമർശിക്കുന്നവർക്ക് ഒരു പണിയും ഇല്ലാത്തവർക്ക് വിമർശിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ.